ഇതെന്താണെന്നായിരിക്കല്ലേ നിങ്ങൾ വിചാരിക്കണേ. അപ്പം ഞാൻ പറയാം. ഇതിൽ തേങ്ങ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഞാൻ തിരുമ്മി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സംഗതി എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. തോരനൊന്നും അല്ല കേട്ടോ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനാൾ, അതായത് കൊഴുവയാണിത്. ഇത് 1/2 കിലോ കൊഴുവയുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ഉലുവ, പിന്നെ ഒരു ശകലം കടുക്, ഇത്രയിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കി കാര്യം. കരിവേപ്പില ഇടാൻ മറന്നു കേട്ടോ. ഞാനിവിടെ പറിച്ചുകൊണ്ട് വെച്ചേക്കാണ്. ഇവിടെ ധാരാളം കരിവേപ്പിലുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൊണ്ട് വെച്ചിരുന്ന കരിവേപ്പിലയിൽ നിന്ന് ഒരു കഷ്ണം കരിവേപ്പില എടുത്തു. അപ്പോൾ കടുകൊക്കെ ശരിയായി. അയ്യോ, ഒരു വലിയ സംഭവം ഉണ്ടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അതിടാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ അരപ്പ് വെന്തോന്ന് നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ വെക്കും, 2-3 മിനിറ്റ് കേട്ടോ. അത് തുടങ്ങി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക്, അതായത് ഞാൻ കുടംപുളി ഇട്ടിരുന്നാണ് ശക്കല ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, 1/4 ഗ്ലാസ് അതിൽ കുറഞ്ഞു 2-3 സ്പൂൺ ഇതാണ് വെള്ളത്തിൽ കുടംപുളി ഇട്ടിട്ട് ഇനി അതൊന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വേവാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അരപ്പൊരുമാതിരി വെന്തിട്ടുണ്ട്. അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മണം കൊണ്ടാണ് അറിയുന്നത്. അപ്പം നമ്മുടെ മെയിൻ സാധനമായ നെത്തോലി ഇടും. നന്നാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് നന്നായിട്ട് ഇളക്കണം. സിമ്മാക്കി വെക്കണം. ചെറുതീയിൽ വേണം അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ 1/4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാം നമുക്ക്. ഉപ്പ് ഇട്ടായിരുന്നിട്ട് എന്നാലും എനിക്കൊരു സംശയം, കുറഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇളക്കണമെന്ന് കുഴപ്പമില്ല, പൊടിഞ്ഞു പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം. എല്ലാം ഇത് നമ്മുടെ തോരൻ പരുവത്തിലൊന്ന് വരും. ഇതിലിനി മുളക് വേണമെങ്കിലോ ഇത് വേണമെങ്കിലോ നിങ്ങൾക്ക് കൂടുതൽ വേണം കേട്ടോ. ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടില്ല. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഈ അടപ്പ് പോരാ, വേറെ അടപ്പെടുത്തുകൊണ്ട് വരാം. നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളം ഇത്രയായി കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്കിത് വെന്തോ നോക്കട്ടോ. വെന്ത് കാണും, കാരണം ഇതിനധികം വേവില്ല ഈ മീനിന്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഇത് ഞാനിപ്പോൾ കുത്തി മാന്തി ഇളക്കിയാൽ ഇത് ഇങ്ങനെ പൊടിഞ്ഞ് വരും. ഓക്കേ. മണം വന്നിട്ട് തന്നെ ഇതിൻ്റെ മണം കൊണ്ട് തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് 2 കരിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൊട്ടൊഴിക്കാം. എന്നിട്ട് നമുക്കിതങ്ങോട്ട് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന്
സിമ്മിലൊന്ന് വെച്ച് അത് നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തു. അതിനുശേഷം എൻ്റെ ദൈവമേ, എന്ത് നല്ല മണം! കരിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും ഉപ്പിൻ്റെയും മീനിൻ്റെയും മുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ മണം, നല്ല മണം. ഇപ്പം തന്നെ ചോറ് കുറച്ച് ചാറോടെ വെച്ചേക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി. അപ്പോൾ കൂട്ടുകാർ അതെന്താണെന്ന് വെച്ചാൽ മറക്കല്ലേ കേട്ടോ, കമൻ്റ് ഇടാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കല്ലേ. അങ്ങനെ എൻ്റെ എന്താ പറയുക, കൊഴുവ പീര, ഞാൻ ശകലം വെള്ളം വെച്ചൊന്നുമില്ല, നിങ്ങൾക്ക് വെള്ളം ഇല്ലാതെ വെച്ചാൽ പക്ഷേ കറക്റ്റ് പീരയായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ